ഹായ് ഹലോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഒരാഴ്ചയായിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം അബിക്കുട്ടനെ ഈ വർഷം LKG ചേർത്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പനിയൊക്കെ ആയിരുന്നു. അങ്ങനെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് എടുത്തു വെച്ച വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ അബിക്കുട്ടനെ ഈ വർഷം LKG ചേർത്തു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റു. പിന്നെ അബിക്കുട്ടൻ്റെ കാര്യങ്ങളും ഫുഡും കാര്യവും എല്ലാം നോക്കി കാപ്പി ചോറ് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ ഞാനാണ് കൊണ്ടാക്കിയത്. ശേഷിട്ട് ഞങ്ങൾ ബൈക്കിൽ കൊണ്ടാക്കി. അപ്പോൾ സ്കൂളിനോട് തൊട്ട് ചേർന്നൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പള്ളി കയറി അബിക്കുട്ടനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. തമിഴ്നാട് സ്കൂൾ ഓപ്പൺ ചെയ്തത് ജൂൺ 10-നാണ്. അപ്പോൾ കേരളത്തിൽ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞത് ജൂൺ 3-നാണ് കേരളത്തിലെ സ്കൂളുകൾ ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയൻ്റെ മോനൊക്കെ ആദ്യമായിട്ട് LKGയിലൊക്കെ കൊണ്ട് ചേർത്തു. പിന്നെ അങ്ങനെ രാവിലെ ഞാൻ അബിക്കുട്ടനും സ്കൂളിൽ ചെന്നു. അപ്പോൾ ഇതാണ് സ്കൂള്, മാതാപുരം കാർണിവൽ എന്നാണ് സ്കൂളിൻ്റെ പേര്. ഉച്ചയ്ക്ക് 12 മണി വരെ ഉള്ളുന്ന ക്ലാസ്, ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇത് LKG UKG കൂടെ ക്ലാസ്സിലെ കുട്ടികളെ മിക്സ് ചെയ്തിരുത്തിയേക്കാണ്. കാരണം UKG ക്ലാസ്സിൽ എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഇരിക്കുന്നതുകൊണ്ട് LKG കുട്ടികളുടെ കൂടെ കൊണ്ടിരുത്തിയേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ. അപ്പോൾ നമ്മൾ അബിക്കുട്ട ആദ്യമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ കൂടെ ഇരുന്നതുകൊണ്ട്. പിന്നെ ടീച്ചർ വന്നിട്ട് എന്നെ പുറത്താക്കി. എല്ലാ രക്ഷകർത്താക്കളും പോയി, ഞാൻ മാത്രമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തായ ഉടനെ അബിക്കുട്ടനും കരച്ചിൽ തുടങ്ങി. പിന്നെ ആ കരച്ചിൽ മാറ്റാൻ വേണ്ടി ടീച്ചർ പിന്നെ കുറച്ച് കൊണ്ടുപോയി വെളിയിലൊക്കെ കൊണ്ടുപോയി നടക്കാൻ പറഞ്ഞു. പിന്നെ അബിക്കുട്ടൻ അവിടെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തിന്ന് ഹാപ്പിയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു, 12 മണി വരെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പ്രെയർ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ എല്ലാവരും പരിചയമൊക്കെ പെടുത്തി. പിന്നെ സ്വീറ്റ്സൊക്കെ കൊടുത്തു കുട്ടികൾക്ക്. അപ്പോഴത്തേക്കും ഓരോ രക്ഷകർത്താക്കളൊക്കെ വന്നു കേട്ടോ വിളിക്കാനായിട്ട്. 12 മണി വരെ ഞാനും അബിക്കുട്ടൻ്റെ കൂടെ ഇരുന്നു. ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കിത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മോനെ ഫുഡും കാര്യമൊക്കെ റെഡിയാക്കി. പിന്നെ ഒരു 7 മണിയൊക്കെ മോനെ വിളിച്ച് റെഡിയാക്കി. 8 മണിയാകുമ്പോൾ വാൻ വരും. അപ്പോൾ ആദ്യത്തെ ദിവസം സൈഷട്ടം കൊണ്ടാക്കിയാണ് തിരികെ പോകാനുള്ള വാൻ വന്ന് കിടക്കുവാണ്. ഞങ്ങൾ ആ വാനിൽ കയറിയില്ല, കാരണം തിരിച്ച് സൈഷട്ടം തന്നെ വിളിക്കാൻ വരുന്നെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ വാൻ പോയി. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സ്കൂളിലൊക്കെ കിടന്ന് കറങ്ങി കേട്ടോ. ഇനി അബിക്കുട്ടൻ്റെ തിങ്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ അബിക്കുട്ടൻ്റെ ബാഗ് മേടിച്ചു. ഈ ബാഗിന് 575 രൂപയാണ് കേട്ടോ വില. അപ്പോൾ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്കൊക്കെ അതൊരു സ്കൂൾ തുറക്കുമ്പോൾ തന്നെ മനസ്സിൽ തീയാണ്. കാരണം സ്കൂൾ ഫീസും കാര്യങ്ങളും കൊച്ചുങ്ങളുടെ തിങ്സും എല്ലാം. അപ്പോൾ ഇത് ലഞ്ച് ബാഗിന് 110 രൂപയാണ് കേട്ടോ വില. പിന്നെ അത് കഴിഞ്ഞ് അബിക്കുട്ടൻ്റെ ഒരു കുട മേടിച്ചു. ഇത് സൈഷേൻ്റെ ചിട്ടി മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ഇത് 135 രൂപയാണ് വില ഇട്ടേക്കുന്നതിലും 100 രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷൂ മേടിച്ചു. ഇതിന് 495 രൂപയാണ് വില. അപ്പോൾ എല്ലാം ഒടുക്കത്തെ വിലയായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ മേടിക്കാൻ പോയ സമയത്ത് ഇത് സ്കൂളിൽ നിന്ന് കൊടുത്താണ്. 2 ജോഡി യൂണിഫോം ഉണ്ടായിരുന്നു, ബ്ലൂ കളറും റെഡ് കളറും. പിന്നെ അതിന് സോക്സ് ബെൽറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പ്രത്യേകം ചാർജ് നമ്മൾ സ്കൂളിൽ അടച്ചു കേട്ടോ. 1400 രൂപ പ്രത്യേകം അടച്ചു. പിന്നെ ബുക്സിന് വേറെ അടച്ചു. അപ്പം ബുക്സിന് ആദ്യം ഒരു ഡയറി തന്നു, പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നു. നമ്മുടെ പോണ സ്കൂളിൽ ഇത്തിരി ഫീസൊക്കെ ഇത്തിരി കൂടുതലാണ് കേട്ടോ. മോനിക്ക് ഇത്തിരി ആദ്യമായിട്ട് തന്നെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തത് കേട്ടോ. ഇനി ഒരു 5ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഗവൺമെൻറ് സ്കൂളിലോട്ട് ചേർക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അബിക്കുട്ട സ്കൂളിൽ പോകണം കേട്ടോ. അപ്പോൾ വാൻ വരാറായി. ഞങ്ങൾ ഈ ചർച്ചിൻ്റെ അടുത്താണ് വാൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അബിക്കുട്ടനെ സ്കൂളിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ടാറ്റാ.